പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ തറാവീഹിൻ്റെ പ്രത്യേകതയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ തറാവീഹിനും ഓരോ പ്രത്യേകത ഉണ്ട്. മഹാനായ ഇസ്ലാമുകൾ അലി റളിയല്ലാഹുവിനോട് വിവരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓരോന്നായി നമ്മുടെ ഷേഖ് വിവരിക്കുന്നതാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ തറാവീഹിൻ്റെ കൂലിയെ പറ്റി നബി എന്താ പറയുന്നത്? പരിശുദ്ധമായ തറാവിൻ്റെ ഒന്നാമത്തെ തറാവി നിസ്കരിച്ചതിൻ്റെ കൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറയുന്നത്, അതായത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ, അതായത് ഒരു തെറ്റും ചെയ്യില്ല സ്വർഗത്തിലെന്ന് അർത്ഥം. അതായത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് ഒന്നാമത്തെ തറാവി നിസ്കരിച്ച പ്രതിഫലം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇനി രണ്ടാമത്തെ തറാവിയുടെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ തറാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആ തറാവി അള്ളാഹ് സ്വീകരിച്ചാൽ അവനും അവൻ്റെ മാതാപിതാക്കൾക്കും പൊരുത്തപ്പെടും. മൂന്നാമത്തെ തറാവിൻ്റെ കൂലി എന്താ? മൂന്നാമത്തെ തറാവി അള്ളാഹ് സ്വീകരിച്ചാൽ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നും ഒരു മലക്ക് വിളിച്ചവരും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഒരു മലക്ക് വിളിച്ചവരും അർശിന്റെ താഴെ നിന്ന് അവന്റെ എല്ലാ മുൻകഴിഞ്ഞ പാവങ്ങളും പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒരു പുറത്തു കൊടുത്തിരിക്കുന്നു. നാലാമത്തെ തറാവിനെ പറ്റി എന്താ പറയുന്നത്? നാലാമത്തെ തറാവിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് 4 ഗ്രന്ഥമായ തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, ഖുറാന് എന്ന 4 കിതാബും ഓതിയവന്റെ കൂലിയാണ്. അഞ്ചാമത്തെ തറാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 പള്ളി, അതായത് മദീനയിലെ മസ്ജിദ് നബവി, മക്കയിലെ മസ്ജിദുൽ ഹറം, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദിസ്, ആദ്യത്തെ ഖിബ്ലയായ ബൈത്തുൽ മുഖദ്ദിസ്, 3 പള്ളിയിൽ നിന്ന് നിസ്കരിച്ചവന്റെ കൂലി. ഇനി ആറാമത്തെ തറാവി നിസ്കരിച്ചാലുള്ള പ്രത്യേകത?